celebrating motherhood. Malayali Vittamma. മഹാലക്ഷ്മി എന്നറിയാതെ സ്ത്രീധനം ചോദിക്കുമാചാരം. എത്ര മനോഹരങ്ങളായ പാട്ടുകളാണല്ലേ നമുക്ക് മലയാളത്തിലുള്ളത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, മിക്ക പാട്ടുകളിലും സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് അതിന്റെ അവസാനം ഇപ്പൊ ഈ പാട്ടിൽ തന്നെയാണ് ശ്രദ്ധിച്ചാൽ അറിയാം, സ്ത്രീധനം. സ്ത്രീ തന്നെയാണ് സത്യത്തിലെ ധനം. പക്ഷെ എന്നിട്ടും നമ്മള് സ്ത്രീധനത്തിലാണ് എല്ലാവർക്കും കണ്ണ്. ആ വരുന്നുണ്ട്, സ്ത്രീധനമൊക്കെ ചോദിക്കുന്ന പാർട്ടീസ് വരുന്നുണ്ട്. കുറ്റമറിച്ചിൽ തുടങ്ങി കാണും അല്ലേ? കുറ്റമല്ല സഞ്ജു, ഇതൊരു യാഥാർത്ഥ്യല്ലേ? എന്ത് യാഥാർത്ഥ്യം? സ്ത്രീധനം. സ്ത്രീധനോ? ആ കല്യാണമൊക്കെ ഒരു തവണ കഴിഞ്ഞല്ലേ, എന്തിനാ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? അത് മാത്രമല്ല, സ്ത്രീകൾ ഒരു അളവിൽ കൂടുതൽ സ്വർണം സൂക്ഷിക്കാൻ പാടില്ല. കയ്യിൽ വെക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ, നമുക്ക് കഴുത്തിലും കാതിലും ഒക്കെ ഇടാലോ. എന്നാലും പണയം വെക്കാൻ തരില്ല. ഇല്ല. അല്ല, ഞാനിത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പൊതുവെ സ്ത്രീധനത്തിനെതിരാണ്. ആണോ? വെരി ഗുഡ് സഞ്ജു. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ആണുങ്ങളോട് ഭയങ്കര റെസ്പെക്ട് ആണ്. എന്താ സഞ്ജുവിന് അങ്ങനെ തോന്നാൻ കാര്യം എന്താ? അല്ല, ഈ ധനം തന്നിട്ട് സ്ത്രീയെ അവര് തന്നെ വെക്കുന്നതല്ലേ അതിന്റെ ഒരു ശരി അല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ ഈ ആണുങ്ങൾ എന്തിനാ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നത് ഇങ്ങനെ? അത് ഈ സ്ത്രീയെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കൈക്കൂലിയാണ് സ്ത്രീധനം. അത് ഞാൻ പറഞ്ഞല്ല, വലിയൊരു എഴുത്തുകാരൻ പറഞ്ഞാണ്. അത് ആരാണാവും? വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്നാണ് എന്റെ അറിവ്. അദ്ദേഹം അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു സൈഡിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറു സൈഡിൽ സ്ത്രീകളെ പുകഴ്ത്തി ഒരുപാട് വർണ്ണനകൾ നടത്തിയിട്ടുണ്ട്. അതെ അതെ, അതൊക്കെ അവരുടെ വിവാഹത്തിന് മുമ്പായിരുന്നു. പിന്നീട് അത് തിരുത്തിയിട്ടുണ്ടോ അവര്? അത് തിരുത്തിയതായിട്ട് എനിക്ക് അറിവില്ല. ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. എത്രയോ രേഖപ്പെടുത്തി എത്രയോ പാട്ടുകളുണ്ട്. ഇപ്പം എന്താണ്, സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകൾ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അയ്യോ, അത് തെറ്റിപ്പോയത്. ആക്ച്വലി അത് പൂന്തിങ്കളല്ല, പൂതന എന്നാണത്. അത് പോട്ടെ, അടുത്ത ലൈൻ കേക്ക്. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണ് ഭാര്യ. തോന്നിയിട്ടില്ല അങ്ങനെ? തോന്നിയിട്ടുണ്ട്. അതെപ്പോഴാ തോന്നിയിട്ടില്ല? എന്ത് തെറ്റ് ചെയ്താലും ഒരു നാണമില്ല, അത് ഞെളിഞ്ഞങ്ങനെ നിൽക്കും, തെളിഞ്ഞു നിൽക്കും. അതല്ലേ ഉദ്ദേശിച്ചത്? അത് പോട്ടെ. അതിനകത്ത് വേറൊരു ലൈൻ ഉണ്ട്. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും. കേട്ടില്ലേ? അതിനോട് എന്താ പറയാനുള്ളേ? അതായത് മന്ത്രിയുടെ പോലുള്ള ഒരു ഭരണ സ്വഭാവവും അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ദാസിയെ പോലെ പെരുമാറി ആ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും. അതാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ മഹത്തായ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ കുട്ടിക്ക് പറയാൻ? ഇനി എനിക്ക് വേറെ ഒന്നും പറയാനില്ല സഞ്ജു. നമുക്കൊരു കോംപ്രമൈസിലെത്താം. അതായത് സ്ത്രീയും പുരുഷനും ശരിക്കും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അത് കറക്റ്റ് ആണ് അല്ലേ? ചാപ്പ കുരിശ്. മലയാളി വേറെ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. തൽക്കാലം ഈ ഒരു പാട്ടേ ഉള്ളായിരുന്നു. ഇനി വേറെ പല പാട്ടുകളും ഉണ്ട്. അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് തികയില്ല. നമുക്ക് തുടങ്ങല്ലേ പരിപാടി? പറഞ്ഞു. നിരപ്പന മലയാളി വീട്ടമ്മ co-branded by Sera and Dhatri Hair Care Plus, powered by Chunga Jewelry. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് റെഡിയാണ്. ഡോക്ടർ വിന്ദുജ മേനോൻ ആൻഡ് മിസസ് ഗൗരി ചന്ദ്രശേഖർ. നമ്മുടെ ജഡ്ജിംഗ് പാനലിലേക്ക് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. സെലിബ്രിറ്റീസിനെ നമ്മൾ പലതരത്തിലുള്ള സെലിബ്രിറ്റീസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഫ്ലോറിൽ ഇത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി എത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. ആരാണ് സഞ്ജു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്? അശ്വതി, ഞാൻ ഈ വ്യക്തിയുടെ ഒരു ഭയങ്കര വലിയൊരു ഫാനാണ്. ഞാനെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ കൂടിയിരിക്കുന്ന വീട്ടമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള വീട്ടമ്മമാർക്ക് എന്തുകൊണ്ടും ഒരു റോൾ മോഡൽ ആവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും. മലയാളികളുടെ പേര് അല്ലെങ്കിൽ ഒരു മലയാളി അത്ലീറ്റ് എന്ന രീതിയിൽ പി.ടി. ഉഷയ്ക്ക് ശേഷം ഈ ഒരു പേര് ലോകത്തിന്റെ നിറകെലെത്തിച്ചിട്ടുള്ള മറ്റൊരു ഒരു വനിത ഉണ്ടായിരിക്കില്ല. ഖേൽ രത്ന വിന്നറാണ്, ഒളിമ്പ്യനാണ്, ആൻഡ് ഇറ്റ്സ് നൺ അതർ ദാൻ പത്മശ്രീ അഞ്ജു ബോബി ജോർജ്. ഹലോ മാം. കാര്യം ചോദിക്കട്ടെ, എന്നെ കണ്ടപ്പോഴത്തെ രണ്ടുപേരും ഒരുമാതിരി ഇങ്ങനൊക്കെ കാണിക്കുന്നത്? ഹൈറ്റ് എത്രയാ? ഹായ് ഹായ് ഹായ്. ഓ, കണ്ടില്ലായിരുന്നു കേട്ടോ, സോറി. വെരി നൈസ് ടു സീ യു ഹിയർ. ഭയങ്കര സന്തോഷം ഇവിടെ വന്നതില്. താങ്ക് യു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നതിൽ ഒരാള് എങ്ങനെയാ നിക്കുന്നതെന്നൊന്ന് നോക്കിയേ അഞ്ജു. വടക്ക് നോക്കിയ കേന്ദ്രത്തില് ശ്രീനിവാസൻ നിന്നതുപോലെ. അത് ശരി കേട്ടോ. അല്ല, ഇത് കുറച്ച് ഓവറല്ലേ? മാം ശരിക്കും എത്രയാണ് ഹൈറ്റ്? എത്രയാണ്? 5'10" ഉള്ളൂ കേട്ടോ. 5'10" ഉള്ളൂ എന്നല്ലേ? വിനയം 6 കാണും. 6
അരയിഞ്ച് മറ്റേ Heels ചെരവ കൂടെ കൂട്ടിയില്ല. ഈ 5'10" ആള് ഹീൽസ്. അപ്പൊ ഞാനും ജോമോളൊക്കെ എന്താ ചെയ്യണ്ടേ? സ്റ്റൂളിട്ട് നടക്കേണ്ടി വരും. അതല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതെ. അതല്ല ഇട്ടേക്കുന്നെന്ന് പറയാൻ പറ്റുമോ? Yeah, that's what I'm saying. അതെ. അല്ല ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. 5'10" ഉള്ള ആള് സ്റ്റൂൾ ഇടാമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങള് വേണമെങ്കിൽ ഏണിയൊക്കെ വെക്കാല്ലേ? അതെ, ഏണിയൊക്കെ വെച്ച് നടക്കും. അപ്പൊ മാം മലയാളി വീട്ടമ്മയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം നല്ലൊരു കരിയറെ കൊണ്ടുപോകുന്ന ആളാണ്. ഫാമിലി അപ്പം ഒബ്വിയസ്ലി ഭർത്താവ് തന്നെ കോച്ചായ സ്ഥിതിക്ക് കരിയറിനെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡാ കൂടെ ഉള്ളത്. അപ്പൊ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പൊ മാഡം ഒരു ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു 2001 എനിക്കൊന്ന് ഒരു വേൾഡ് റാങ്കിൽ 61 ആയിരുന്നു. അതിൽ നിന്ന് ഇന്നൊരു നെക്സ്റ്റ് 2 years ഇറ്റ് കെയിം ടു നമ്പർ 6, നമ്പർ 4. ആൻഡ് അതിനുശേഷം ഒളിമ്പിക്സിലാണെങ്കിൽ 5th പൊസിഷൻ. പക്ഷേ ഇപ്പോൾ ഉള്ള മെഡൽ വിന്നേഴ്സ് പല ആൾക്കാരും ഇതിന് മുന്നേ 3 പേര് ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്, ലൈക്ക് അവർ ഡോപ്പിങ്ങിനും. സോ അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ നമുക്ക് ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന ആളാണ്. താങ്ക് യു. അപ്പൊ എങ്ങനെ മാനേജ് ചെയ്യുന്നു? നമ്മുടെ ഈ മലയാളി വീട്ടമ്മയുടെ ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഈ കരിയറും കുടുംബവും കുട്ടികളും ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തെങ്കിലും ഒരു സക്സസ് മന്ത്രം ഉണ്ടോ അതിന്? ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ടൈം മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം പെൺകുട്ടികൾക്ക് എപ്പോഴും നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ്, അതായത് ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സ്പോർട്സ് ചെയ്യാറുണ്ട്, അതിൻ്റെ കൂടെ ഗവൺമെൻറ് പല പ്രോജക്ട്സ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്, അതിൻ്റെ കൂടെ ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. കുട്ടികളെ നോക്കുന്നു, അതാണ് വലിയ ടാസ്ക്. അത് നോക്കുമ്പോൾ ഇതൊന്നും ഒരു ടാസ്ക് അല്ല കേട്ടോ. ഇത് ശരിക്കും വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. നമ്മൾ മലയാള തനിമയുള്ള ഒരു മലയാളി വീട്ടമ്മയെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ വീട്ടമ്മമാരോട് പറയാനുള്ളത്? ഇവിടെ വന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് കുറച്ച് എപ്പിസോഡ്സ് ഞാൻ കണ്ടിരുന്നു. അതിൽ ഏറ്റവും ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം, ചക്ക കത്തി കൊണ്ട് മുറിക്കാൻ പറഞ്ഞ ആൾക്കാരെ ആദ്യം കത്തി കൊണ്ട് മുറിക്കണം. എന്നാൽ പച്ചച്ചക്ക സാധാരണ കോടാലി കൊണ്ട് വെട്ടുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് കത്തി കൊണ്ട് ആ പാവങ്ങളെ കൊണ്ട് മുറിപ്പിച്ചു. ഇത്രയും വലിയ ടാസ്ക്. സന്തോഷായി. പക്ഷേ നിങ്ങളുടെ കറേജ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം മലയാളി വീട്ടമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും അമ്മിയിലരയ്ക്കുക ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. ഇനി മരത്തെ കയറാൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും ഒരു ടാസ്ക് ഇത്രയും കറേജോടെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് എൻ്റെ ഒരു സല്യൂട്ട് ആദ്യമേ തന്നെ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ജഡ്ജിങ് പാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു. നമുക്കപ്പോ ഇനി ഒരു ആക്ടിവിറ്റി ആയാലോ? ഇവിടെ ഒരു രസം വരണമെങ്കിൽ ഒരു ആക്ടിവിറ്റി വരണം. ഈ ഫ്ലോറിൽ ഒരു ടാസ്ക് വരണം അല്ലേ സഞ്ജു? ടാസ്ക് എന്നിട്ട് എനിക്ക് മുങ്ങാനും. സഞ്ജു മുങ്ങില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇനി ഫ്ലോറിൽ ടാസ്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഗ്രൂപ്പിനെ ടാസ്കിനായിട്ട് വെൽക്കം ചെയ്യാം. She is so kind and sweet. She brings her joy and peace. She can be your wonder queen. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കൊക്കെ ഉഴുന്നുവട ഇഷ്ടമാണ്? എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പേർക്കും ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കുറെ ഉഴുന്നുവട വെക്കും. ഏറ്റവും കൂടുതൽ 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഉഴുന്നുവട കഴിക്കുന്ന ആൾക്ക് അങ്ങനെയാണ് നമ്മൾ അതിനെ ബേസ് ജഡ്ജ് ചെയ്യുന്നത്. അല്ലേ? എനിക്ക് ഫസ്റ്റ് സന്തോഷായി. ശ്രീകുട്ടിക്ക് സന്തോഷായി. എനിക്കറിയായിരുന്നു. പക്ഷേ ഈ മത്സരം യുനാനിമസ്ലി പറയാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞു. എന്തായാലും തൽക്കാലം നമ്മുടെ ആഗ്രഹം ഇതാണെങ്കിലും ഇവിടെ പരിപാടി ഇതൊന്നുമല്ല. അതെ, നിങ്ങൾ ഉഴുന്നുവട ഉണ്ടാക്കിയേ പറ്റൂ. അതിനു മുമ്പ് വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഉഴുന്നുവടയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്ന് നിങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഒരാള് ഉഴുന്ന് വേണം, ഉഴുന്ന് വേണം, ആയിക്കോട്ടെ. വട വേണം, വടം തന്നെ ആക്കണമല്ലോ. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി. എന്നെ നോക്കണം, എനിക്കറിയില്ല. ഇഞ്ചി, ഉള്ളി, കുരുമുളക്, ഉപ്പ്. പാത്രം പച്ചവെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്നാ പറഞ്ഞു സ്റ്റൗ, സ്റ്റൗ, പാത്രം, തവി. അപ്പൊ ഇത്ര സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ ഉഴുന്നുവട ഉണ്ടാക്കുവോ? കൊണ്ടുപോവാ. അയ്യോ, ഉഴുന്ന് എന്നല്ലേ പറഞ്ഞുള്ളൂ. ഏത് രൂപത്തിൽ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഉഴുന്ന് അരച്ചത് വേണോ? അപ്പൊ നിങ്ങളുടെ പാകത്തിന് അല്ലല്ല, നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് അരച്ചെടുക്കുമായിരിക്കും അതിന്റെ ഒരു ഭംഗി. ആരെവിടെ ആട്ടുകല്ലുകൾ കൊണ്ടുവരൂ? അയ്യടാ, അവിടെ ഇല്ല. അതെ, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഞാൻ ഒരു കാര്യം ചെയ്യാല്ലേ? വേണം, ബാഹുബലിയിലെ പോലെ ഞാൻ ആട്ടുകല്ല് ചുമന്നോണ്ട് വരണോ? ആ വഴി മുങ്ങാനല്ലേ? ആ വഴി മുങ്ങാനല്ലേ?
അല്ലല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ സഞ്ജു തന്നെയാണ് ആട്ടുകല്ല് എടുക്കാൻ പോവാൻ പ്രാപ്തൻ. ആകെയുള്ള ഒരു പ്രാപ്തനായിട്ടുള്ള ഒരാൾ അതെ, അതെ. സഞ്ജു മാത്രമേ മാത്രല്ല ഏതൊക്കെ വീടിന്റെ പുറകെ വശത്ത് ആട്ടുകല്ലുണ്ട് അരകല്ലുണ്ട് എന്നൊക്കെ സഞ്ജുവിന് കറക്റ്റ് ആയിട്ട് അറിയാം. ഞാൻ എന്തായാലും 5 ആട്ടുകല്ല് വേണ്ടി വരും. തെറ്റിപ്പോയി. അവരാട്ടിയില്ലെങ്കിൽ ഞാൻ ആട്ടുകല്ല് വേണ്ടി വരും. ഇല്ല, അശ്വതിയാണ് ആട്ടുകല്ല് എടുക്കാൻ യോഗ്യത യോഗ്യത. കാരണം സഞ്ജുവിനാണ് ഇത് ആട്ടി ശീലമുള്ളത്. വേണം വേണം, ഞാൻ ആട്ടുകല്ല് കൊണ്ടുവരാം. ഇവിടൊക്കെ വീട്ടില് ആട്ടുകല്ലുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അത് വിടുന്നതല്ലേ നമുക്ക് നല്ലത്. അതാണ് കറക്റ്റ് Okay, ആട്ട് കിട്ടിയില്ലെങ്കിൽ ആട്ടുകല്ല് വേണ്ടി ഞാൻ വന്നിരിക്കും. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നന്നായി വരും. ഇന്ന് തന്നെ വരണം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ സഞ്ജുവിനെ വെയിറ്റ് ചെയ്ത് ആട്ടാൻ എടുത്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കൊന്നും കൂടെ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിലേക്ക് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആട്ടുകല്ലുകളൊക്കെ നിരത്തി വെക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ ടാസ്ക് തുടങ്ങാം. ആക്ടിവിറ്റി എന്താണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഇവർ നമുക്ക് നല്ല ചൂടായിട്ട് നല്ല സ്വാദുള്ള ഉഴുന്ന് വട ഉണ്ടാക്കി തരാനുള്ള പ്രിപ്പറേഷനിലാണ്. ഗേൾസ് എല്ലാവരും റെഡി അല്ലേ? നമ്മളിവിടെ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് ആണ് ഇവർക്ക് ഇതിന് കൊടുക്കുന്ന ടൈം. അത് തന്നെ അധികമാണെന്നാണ് ഇവിടെ പലരുടെ അഭിപ്രായം. അതുകൊണ്ട് അല്ലേ ഉദ്ദേശിച്ചത്. Here we go. എല്ലാരും പഠിച്ചോട്ടോ. അപ്പൊ വളരെ ആധികാരികമായിട്ടോ ഇപ്പൊ എല്ലാരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആദ്യം കല്ലൊക്കെ കഴുകി. ഈ കല്ലൊക്കെ ഇന്നുവരെ അരി ഉഴുന്നൊന്നും കണ്ടിട്ടില്ലാത്ത കല്ലാന്ന് തോന്നുട്ടോ. ഫ്രഷ് ആണ്. കപ്പുള്ള കല്ലോ അത് പ്രത്യേക ടെക്നോളജി അല്ലേ? ടീച്ചറെ പിള്ളേരൊക്കെ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മൾ നന്നായിട്ട് അരച്ചരച്ചരച്ച്. ഇവിടെ ഒരു എക്സ്പീരിയൻസ് കാണുന്നുണ്ട് ഞാൻ. അവിടെ തന്നെ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ചെയ്യാനേ പാടുള്ളൂ. ഭർത്താവിനൊക്കെ ഇത് കാണുമ്പോ എന്ത് സന്തോഷമാവുന്നറിയോ? എങ്ങനെ സാധിക്കുന്നു ഇത്ര കറക്റ്റ് പാട്ട്? ശ്രീകുട്ടി മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കണം. നമ്മളെ ഇതിനകത്ത് എങ്ങാനും മുടി കണ്ടാല് കൂടുതലിട്ട് കൊടുക്കുക. പറയും കൂടുതലിട്ട് കൊടുക്കുക. ഇവിടെ ഓൾമോസ്റ്റ് തീരുമാനമായി തുടങ്ങിട്ടോ. ടീച്ചറുടെ അടുത്ത് അരവൊക്കെ കറക്റ്റായി വരുന്നുണ്ട്. കല്ലിലൊന്നും ആയില്ല. രമ്യ അരയോടരാ. നമ്മൾ പണ്ട് ചമ്മന്തി അരച്ചപ്പോ പറഞ്ഞ പല കാര്യങ്ങളും ഇതിന് ബാധകമാണെന്ന് തോന്നുന്നു അല്ലേ അമ്മച്ചി? അല്ലേ? കല്ലിലാവുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ അന്യം നിന്ന് പോകുന്ന പല കലാപരിപാടികളും നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള അവസരമാണ് കേട്ടോ. ആട്ടുകല്ല് ഫുള്ളായിട്ട് കിട്ടാത്തത് കൊണ്ടേ നമ്മൾ ഈ ഗ്രൈൻഡറിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണോ അല്ലേ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ആ ഇവിടെ ആയതുകൊണ്ട് ഇതിന്റെ ആ അരവിന്റെ പാകം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കല്ല് കാലിലിടുന്നത് കേട്ടോ.
റിനിഷ അലിമ്പി ഇവർ രണ്ടുപേരും വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീകുട്ടി ഇവിടെ അടുത്ത സ്റ്റെപ്പിലെത്തി. ഉള്ളി, സവാള, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നിന്റെ ഒരു കുറവില്ല. രമ്യ കത്തി എടുക്കുന്ന കാണുമ്പോ പേടിയാ. ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്തിരുന്നെങ്കിൽ. അതെ, കടയിൽ നിന്ന് മേടിച്ചാണോ കഴിക്കാറ് ഉഴുന്നുവട? അതത്രേ ഉള്ളൂ. ആ ആ കണ്ടോ, അത് അത്രേ ഉള്ളൂ. ഭയങ്കര എന്റെ അമ്മ പാവം. ഓടി വാ, തുടച്ചിട്ട് ഇങ്ങോട്ട് തൃപ്തിയാവണില്ലേ? ആ പതുക്കെ പതുക്കെ. ഓക്കെ, എണ്ണ ചൂടാക്കാൻ ഇട്ടിട്ട് കട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. കൈ മുറിച്ചമാര് ഇവിടെ ഒന്നും ചെയ്യരുത്. കട്ടിങ് നല്ല ഇൻട്രസ്റ്റാ. ശ്രീകുട്ടി മതി, ശ്രീകുട്ടി. സോറി, ഇതേ രക്ഷയുള്ളൂ. ആർട്ട് ചേട്ടാ, പാര വേണ്ടായിരുന്നു. എന്റെ ശ്രീകുട്ടി പെട്ടെന്നായിക്കോട്ടെ. നമുക്ക് ഒരു വട മതി. പത്തേ ഒന്ന്, എന്നാലും കുഴപ്പമില്ല. കമോൺ ശ്രീകുട്ടി, കമോൺ കമോൺ കമോൺ. ആ യെസ് യെസ് യെസ്. അങ്ങനെ എല്ലാവരും അരയ്ക്കണ ഒരു ടാസ്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്ത് മനോഹരമായ ടാസ്കുകൾ. ഇതിനിടയിൽ കുറച്ച് പരിപാടി നടക്കുന്നുണ്ട് മാം. ഒളിച്ചിട്ടോ? അല്ല ഇല്ല, അതിനിടയിൽ നോക്കിക്കോളൂ കേട്ടോ, എന്തെങ്കിലും കള്ളത്തരം കാണിക്കണ്ടോ എന്നൊന്നും നോക്കിക്കോളൂ. ഉള്ളി നന്നാക്കുക. ഓൾറെഡി വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നോക്കാം. ഇല്ല ഇല്ല, ഉള്ളി ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തന്നെ. അല്ല, ഓൾറെഡി ഉണ്ടാക്കി വെച്ച വട പുറത്തെടുത്തോണ്ടിരിക്കുകയാണോ? അല്ലല്ലല്ല. എന്റെ തല അല്ല മാം, വളരെ ജെന്യുവൻ റിപ്ലൈ ആ. പക്ഷെ ഉഴുന്നുവടയുടെ ആ റൗണ്ടൊന്നുമില്ല. എന്റെ ഇഷ്ടത്തിനുള്ള ഒരു ഉഴുന്നുവട, പക്ഷെ അരച്ചിട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതെ, കയ്യിൽ എണ്ണയൊക്കെ പരട്ടി കയ്യിൽ നിന്ന് വിട്ടു പറഞ്ഞ് എണ്ണ പരട്ടണം. അത് ഈ ഉഴുന്നുവടയും പരിപ്പുവടയും തമ്മിൽ രൂപത്തിൽ സാരമായ വ്യത്യാസമുണ്ട്. പ്ലീസ്, ഈ ഉഴുന്നുവട മാറ്റി ഇത് ഉണ്ടവടയാക്കാൻ പറ്റുമോ? ചിലപ്പോ പരിപ്പുവടയോ. ആയി, ഇവിടെ ഇത്രയ്ക്കായോ? ശരിയാ, അല്ല നന്നായിട്ടെന്ന് പറയായിരുന്നു. അതെ, ഇതൊരു എന്താണ് 2 in 1 ആണ്. ഒരു സൈഡിൽ നോക്കിയാ പരിപ്പുവട, മറ്റേ സൈഡിൽ നോക്കിയാ ഉഴുന്നുവട. ശരിക്കും സീരിയസ്ലി
അതെ എന്താ ചെയ്യാ പിടിക്കണോ? വേണ്ട വേണ്ട നല്ലോണം ഒന്ന് try ചെയ്യുന്നേ. വേണ്ട വേണ്ട. തിരിച്ച് പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഓർക്കും ക്ലാസ് കട്ട് ചെയ്തു ടീച്ചറിന് ഇതൊക്കെയാണ് പരിപാടി. ചെയ്തു ചെയ്തു. സത്യം 2 minutes. 2 minutes remaining. പിന്നെ എല്ലാ ഉഴുന്നുവടകളും അടുപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് രിൻഷിക്ക് ആ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഉഴുന്നുവടയുടെ. കുഞ്ഞു കുഞ്ഞു ഉഴുന്നുവടകളാണ്. ഫൈനൽ പ്രോസസ്, ക്ലീനിങ് പ്രോസസ്. The last 2 minutes ആണ്. ഒരു ഉഴുന്നോടെയായി. Yes. ഇത് ഫിനിഷ് ചെയ്ത് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ജഡ്ജസിന് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കണം കേട്ടോ. ഫാസ്റ്റ് ഒന്ന് നീങ്ങി നിൽക്കൂ. ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സന്തോഷം. ഒന്ന് പിടിച്ചോക്കണോ? വേണ്ട വേണ്ട. Time up. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ടാസ്ക് കൂടെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. അമ്മച്ചി എന്താണ് അമ്മച്ചിക്ക് പറയാനുള്ളത്? ഫസ്റ്റ് ആദ്യമേ തന്നെ ആട്ടുകല്ലില് അരക്കുക വേണ്ട, ഇടിക്കുകയല്ല വേണ്ട. അതിപ്പോൾ ദിനിജയാണ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു, ക്ലീൻ ആയിട്ട്. പക്ഷെ അത് എല്ലാവരും ഒന്നും പ്രോപ്പറായി അറിഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു വ്യത്യസ്തമായ സ്ഥലം, അതെ, സമയം അതിൻ്റെ ഇതെ കൊണ്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ ഇത്രയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ ഒരു സംഗതി, നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ കയ്യിൽ സ്വല്പം വെള്ളം തൊട്ടിട്ടാണ് ഉഴുന്നുവട കയ്യിലേക്ക് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇടാൻ സാധിക്കും. പിന്നെ ഈ നടുക്ക് കുഴി പറഞ്ഞിരിക്കുന്നത് 4 വശത്ത് അല്ലെങ്കിൽ അകത്തോടെയും സൈഡിൽ കൂടെയും എണ്ണ വന്ന് എല്ലാ വശവും നല്ല ഭംഗിയായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് ഈ നടുക്ക് ഒരു കുഴി ഇടുന്നത്. അതും പ്രോപ്പറായിട്ടുണ്ട്. അതിൻ്റെ ആ ഷേപ്പ് അതൊക്കെയാണ്. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ നമുക്കിത് ഇങ്ങനെ ഒരു ഇത് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതല്ലാതെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഒരുവിധം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഇടി ഒഴിച്ച്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അത് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് ഇപ്പൊ ഇതിങ്ങനെ ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഇത് നമ്മൾ ഈ പരിയമ്പുറത്ത് അല്ലെങ്കിൽ അടുക്കളപ്പുറത്ത് ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, വേ ഓഫ് സിറ്റിംഗ് നമ്മൾ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. എനിക്കെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നോ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ശ്രീകുട്ടി ഉണ്ടാക്കിയ ഉഴുന്നുവടയാണ്. ഇതിന്റെ ആകൃതി ഉഴുന്നുവടയുടെ ആകൃതിയിൽ തന്നെയാണ്. വടയാണെന്ന് പറയാം, പക്ഷെ ഉഴുന്നുവട എന്ന് പറയാനുള്ള സോഫ്റ്റ്നെസ്സോ അതിനില്ല. ഫ്രൈ ആയിട്ടില്ല. ശരിക്കും സാധാരണ നല്ല മെറൂൺ പറയാം. ഇങ്ങനെ നോക്കിയാൽ ഉഴുന്നുവടയുടെ ഒരു രൂപം എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല അരവ് കുറവ്, അങ്ങനത്തെ ബ്രൗൺ കളർ ആയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായ വേവ് കുറവുണ്ട്. ഉപ്പും കുറവാണ്. ഇതിന് വേവ് വെന്തിട്ടുണ്ട്. ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് നല്ലപോലെ വന്നിട്ടുണ്ട്. ഉപ്പുണ്ട്. എന്താ ഇല്ലാത്ത? എല്ലാം ഉണ്ട്. ഭംഗിക്കുറവുണ്ടോ?
only thing നമ്മൾ ഒരു ഉഴുന്നുവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലൊരു നല്ല മെറൂൺ ഒരു കളർ കോയിൻ ഷേപ്പ് ആണ് ഇപ്പൊ ഇത്. കുറച്ചും കൂടെ 10 വലിപ്പം പൈസ ഉണ്ടാവും. വട്ടത്തിലായി പോയി അല്ലേ? അല്ല അതിപ്പോ പരിപ്പോടെയൊക്കെ പിന്നെ പരിപ്പിനൊക്കെ വില കുറഞ്ഞപ്പോ സംഗതി ചെറുതായി കൂടിയപ്പം, വില കൂടിയപ്പം. അതെ സോറി വില കൂടിയപ്പം അത് ഇത് ചെറുതായി വന്ന പോലെ മോൾ അല്ല ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ ഉഴുന്നുവടയുടെ ടേസ്റ്റ് ഉണ്ടോ? ആ ഉണ്ട് ടേസ്റ്റ്. എനിക്ക് മോളുടെ ആണ് എല്ലാ ആറ്റിറ്റ്യൂഡും എനിക്ക് ഇഷ്ടമായത്. കാരണം കല്ല് നല്ല ക്ലീൻ ആണ്, അരയ്ക്കുന്ന സ്റ്റൈല് ആക്ച്വലി ഒരു ആട്ടുകല്ലിൽ അരച്ച് യൂസ്ഡ് ആണെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റുമായിരുന്നു. ഞാൻ അരച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട സംഗതി. തിന്നു നോക്കിയിട്ട് ബാക്കി മതി. അമ്മച്ചി ISI മാർക്ക് തരണമെങ്കിൽ അത് ഇച്ചിരി പാടാണ്. ഞങ്ങൾ പിന്നെ തരും. ഇതിന് ഉപ്പ് അധികമാണ്, ഉപ്പ് വളരെ കൂടുതലാണ്. ഇവിടുന്ന് കാണുമ്പോ അത് പരിപ്പുവട പോലെ ഇരിക്കുന്നു, പരന്നിരിക്കുന്നു. ഇത് കറിവേപ്പിലയാന്ന് തോന്നുന്നു ആദ്യം കിട്ടിയത്. ഇത് പരിപ്പുഴയുടെ ഇതാണ്, കാരണം ക്രിസ്പാണ്. പിന്നെ ഉഴുന്ന് നല്ലപോലെ കടിക്കുന്നുണ്ട്. പക്ഷെ കഴിക്കാം, രുചിയുണ്ട്, വെന്തിട്ടുണ്ട്. പാകത്തിനാണോ എല്ലാം? എല്ലാം പാകത്തിനാ. ഉഴുന്നുവടയുടെ ടേസ്റ്റ് ആണോ? എല്ലാം പാകത്തിനാ. ഉഴുന്നോടെ ടേസ്റ്റ് അല്ല. അല്ല. ഇത് ആദ്യം തൊട്ടേ മോള് ടെൻഷനിലായിരുന്നു. അരയ്ക്കുന്നത് തൊട്ട് കല്ലിന്റെ ടെൻഷൻ. വലിപ്പം. അല്ല, ഒന്ന് ഉള്ളി ബജ്ജിയും എന്താണ് ഉള്ളിവടയും ഒന്ന് പരിപ്പുവടയാണ് ഉണ്ടാക്കി. പക്ഷെ ഇതിന് എന്തൊക്കെ പറഞ്ഞാലും നിറം വന്നിട്ടുണ്ട്. ആ ഇതിനൊരു പ്രത്യേകതയുണ്ട്, അകം നല്ല സോഫ്റ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു ഓവറോൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, പലപ്പോഴുമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ടൈമുണ്ട്. ഇത് 15 മിനിറ്റ് എന്ന് അശ്വതി പറയുമ്പോൾ ഞാനൊരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഈശ്വര 15 മിനിറ്റ് കൊണ്ട് ഇത് ഈ ഉഴുന്ന് അരച്ച് നമുക്കൊരു വടയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ സത്യമായിട്ടും ആലോചിച്ചു. പക്ഷേ പറ്റും എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തു. ആക്ച്വലി നിങ്ങൾ പ്രൂവ് ചെയ്തു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. എനിക്ക് ഈ ഉഴുന്നുവടയുടെ ഈ ഒരു സംഭവം എനിക്ക് ഏറ്റവും എന്റർടൈനിങ് ആയിട്ട് തോന്നിയത് ശ്രീകുട്ടിയുടെയാണ്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഈ പ്രാവശ്യം ഞാൻ തീരുമാനിച്ചു, ഓരോരുത്തരെ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഞാൻ നോക്കും, ഒരു 2-3 മിനിറ്റ്സ് അവരെ ഒബ്സർവ് ചെയ്യും. പക്ഷെ ശ്രീകുട്ടിയെ നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് നോക്കാൻ ഞാൻ മറന്നു. അത് നമ്മുടെ മലയാളി വീട്ടമ്മ ഷോയുടെ ജഗദീഷ് ശ്രീമാർ അല്ലെങ്കിൽ കൽപ്പന ചേച്ചിയാണ് ശ്രീകുട്ടി. ശ്രീകുട്ടി വന്നു കഴിഞ്ഞാൽ ശ്രീകുട്ടി ടേക്ക് ഓവർ ചെയ്യും. അത് ശ്രീകുട്ടി ഈസ് നോട്ട് ലീസ്റ്റ് ബോധഡ്. അതൊരു കോമ്പറ്റീഷൻ ആണോ അല്ലെങ്കിൽ ഞാൻ കുതിര ഒട്ട ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മ്യൂസിക് തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചത്. അതുമാതിരി ആയിരുന്നു അവിടെ. പക്ഷെ നമ്മുടെ രമ്യയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് രമ്യ അങ്ങ് ഡൗൺ ആയിപ്പോയി. ആദ്യമേ തൊട്ട് ഡൗൺ ആയി. രമ്യയുടെ ഉഴുന്നുവടയാണ് അമ്മച്ചി അപ്രൂവ് ചെയ്തിരിക്കുന്ന ഉഴുന്നുവട. ടേസ്റ്റ് ഉണ്ട്, നല്ല ബ്രൗൺ ആയിട്ടുണ്ട്, വേറെ ആരുടെയും ബ്രൗൺ ആയിട്ടില്ല. അപ്പോൾ ഈ ടെൻഷൻ ഒന്ന് മാറ്റി വെച്ച് ബാക്കി ഇതുപോലെ നോർമലായിട്ട് ആവശ്യത്തിന് സമീപം നമുക്ക് മനസ്സിലായല്ലോ 15 മിനിറ്റിൽ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. മിക്സി അല്ല, നിങ്ങൾക്ക് അരച്ചുണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത റൗണ്ടിൽ ഇതിലും ഇംപ്രൂവ്മെന്റ് കാണും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എവ്രി വൺ ഓഫ് യു, ഓൾ ഓഫ് യു ആർ സ്മൈലിംഗ്. അതാണ് കഴിഞ്ഞ റൗണ്ടിനേക്കാളും ഈ റൗണ്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. സാധാരണ ഞങ്ങളാണ് അത്ലീറ്റ്സ് ആണ് സാധാരണ ടൈം വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉഴുന്നുവടയും ടൈം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവരുടെയൊക്കെ കറേജ് സമ്മതിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും ട്രെയിനിങ് ചെയ്തിട്ടാണ് ഇങ്ങനെ ടൈം വെച്ചിട്ട് ടാസ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരൊക്കെ വെറുതെ വന്നിട്ട് 15 മിനിറ്റ്സിൽ ഉഴുന്നുവട എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ ഈ അരച്ച് തീർക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ ഉണ്ടാക്കി തീർത്തു. അതുകൊണ്ടാണ് അവർ മലയാളി വീട്ടമ്മ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ ഈ സ്റ്റേജിൽ എത്തിയത്. സത്യം. ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. കമന്റ്സ് ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് സ്ട്രെയിറ്റ് മാർക്കിലേക്ക് പോവാം. ഞാൻ ആദ്യം റിനിഷയുടെ മാർക്ക് പറയാം. അപ്പിയറൻസ് വൈസ് നന്നായിരുന്നു, വലിയ മോശമില്ലാത്ത നീറ്റ്നെസ് ഉണ്ടായിരുന്നു, ആദ്യം തീർത്തു അല്ലേ, അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എന്ന് ഞാൻ പറയാതെ തന്നെ റിനിഷയ്ക്ക് അറിയാം. സോ റിനിഷയ്ക്ക് 59 ഔട്ട് ഓഫ് 100. താങ്ക് യു. രമ്യ ആയിരുന്നു ഉള്ളതിൽ ഏറ്റവും ടെൻഷൻ അടിച്ച് എന്താ പറയുക, ആകെ വെപ്രാളത്തിൽ അങ്ങ് അയ്യോ ഈശ്വര ഞാൻ എന്തിനാ ഇവിടെ വന്നേന്നൊക്കെ ഉള്ളൊരു രീതിയിൽ അത്ര ടെൻഷൻ അടിച്ചായിരുന്നു രമ്യ ചെയ്തത്. പക്ഷേ
ഇത്രയൊക്കെ ചെയ്താലും അവസാനം ഒരു പരിപ്പ് വടയുടെ രൂപത്തിലെങ്കിലും സാധനം ഉണ്ടാക്കിയെടുക്കാൻ രമ്യക്ക് സാധിച്ചു. ആ ടെൻഷനിലും ഒരു നല്ല വീട്ടമ്മയാണെന്ന് തെളിയിക്കാൻ രമ്യക്ക് സത്യമായിട്ടും സാധിച്ചു. വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മാർക്കിൽ ആ സന്തോഷം ഇല്ല. അപ്പൊ അതുകൊണ്ട് രമ്യക്ക് 56 ഔട്ട് ഓഫ് 100. ശ്രീകുട്ടിയായിരുന്നു ഈ കൂട്ടത്തിൽ എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിച്ചതല്ലേ. പക്ഷേ മാർക്കിൻ്റെ കാര്യം വന്നപ്പോൾ ഇച്ചിരി കുറഞ്ഞു പോയി. കാരണം അമ്മച്ചി പറഞ്ഞു ടേസ്റ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ശ്രീകുട്ടിക്ക് 45 ഔട്ട് ഓഫ് 100. ഞാൻ ഫെമിയുടെ മാർക്ക് പറയാം. ഫെമിക്ക് 54 on 100. താങ്ക് യു മാം. ഓക്കെ, ഇനി ദിനിജയുടെ മാർക്കാണ്. ദിനിജയ്ക്ക് 62 on 100. ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുള്ളത് ഡിനിജി ആണ്. ഡിനിജിക്ക് കിട്ടിയിരിക്കുന്നത് 62 പോയിന്റ്സ് ആണ് ഔട്ട് ഓഫ് 100. അല്ല, കാര്യം എന്നൊക്കെ പറഞ്ഞാലും ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സഞ്ജുവിന്റെ വല്ല വിവരം ഉണ്ടോ? എന്തായാലും നിങ്ങളുടെ പരിപ്പുട യജ്ഞം, അല്ല സോറി ഉഴുന്നുട യജ്ഞം. സുദർശന ചക്രോ? ഇത് ഉഴുന്നുട. വന്നേ നോക്കട്ടെ. ഉഴുന്നുവട 2 ദിവസത്തെ പഴക്കമുണ്ടല്ലോ സഞ്ജു. 2 ദിവസം പഴക്കമില്ല. അതുപോലത്തെ നല്ല ഉഴുന്നോടെ ഇവിടെ ആരും ഉണ്ടാക്കി ഞങ്ങൾ കണ്ടില്ല അല്ലേ. ഇത് ആരുണ്ടാക്കിയെന്നാ പറഞ്ഞേ? ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. സഞ്ജുവോ? അതെ. അല്ല, ഇത്ര ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ ഉഴുന്ന് അരച്ചിട്ടും കൂടെ ഇത്ര ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ എവിടുന്ന്? ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്കൊന്ന് ട്രയൽ കൊടുത്താലോ? അല്ല ആക്ച്വലി ഞാൻ ഉണ്ടാക്കാനാണ് പോയത്. ഞാൻ ഈ ആട്ടുകല്ലിനാണ് പോയത്. അല്ല, അത് ബാക്കി പുതിയാണ്. ഹോൾസെയിൽ ആയിരിക്കും. സഞ്ജു, അല്ല, ഇത് ഞാൻ ആട്ടുകല്ലിനാണ് പോയത്. പക്ഷെ ഇവിടുത്തെ നല്ലവരായ സ്ത്രീജനങ്ങൾ ആട്ടുകല്ലും തന്നില്ല. അവർ ആട്ടും തുപ്പും മാത്രമേ തന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു കടയിൽ പോയി മേടിച്ചോണ്ടോ. പക്ഷെ എന്ത് പറഞ്ഞാലും അങ്ങനെ പറയാത്. എന്ത് പറഞ്ഞാലും ഇതിന് മിനിമം 2 ദിവസത്തെ പഴക്കമുണ്ട് സഞ്ജു. കണ്ടാ മനസ്സിലാവും. അത് 2 ദിവസം പഴക്കം. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചാണ്. എന്ത് പറഞ്ഞവര്? അല്ല, അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണം ഇതിന്റെ പഴമ അദ്ദേഹത്തിന് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. വടക്കെന്ന് പറഞ്ഞാൽ പ്രായമില്ലല്ലോ. ഇല്ലേ? പ്രായം ചെല്ലുന്നതോറും അത് ഊർജ്ജം ഇങ്ങനെ മാറുന്ന പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറും. ഇതിപ്പോ നമ്മുടെ രസത്തിലിട്ടാൽ രസവടയായി, തൈരിലിട്ടാൽ തൈരോടെയായി, സാമ്പാറിലിട്ടാൽ സാമ്പാറോടെയായി. ഒരു കാര്യം ചെയ്യാവോ? ഇത് കൊണ്ട് ആ വേസ്റ്റിലൊന്നും ഇടാവോ? ഇപ്പൊ വേസ്റ്റ് വടയാവും. എന്നിട്ട് വേഗം തിരിച്ചു വാ. അതോടെ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ചെല്ലിപ്പോ. അമ്മച്ചി കാര്യമില്ല, അമ്മച്ചി കയറാം. അമ്മച്ചിയെ കഴിഞ്ഞ പ്രായമുണ്ട് കേട്ടോ, കഴിക്കരുത്. ഈ വയസ്സുകാലത്ത് ഇതൊക്കെ തന്നെ ഗ്യാസും പിന്നെ ആകെ പ്രശ്നമാവും. എനിക്കൊക്കെ വേണ്ട. അപ്പൊ ഞാൻ എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഞാൻ കഴിച്ചോ. ഞങ്ങൾ ആരെയും വിളിച്ചില്ലല്ലോ. തനിയല്ലേ പോയത്? അല്ല, എല്ലാവർക്കും പുച്ഛമാണല്ലോ. പുച്ഛം എന്ത്? അല്ല, ഇത് പഴയതാണ്. ഞങ്ങള് വട ഉണ്ടാക്കി ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു സഞ്ജു വന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി. സത്യം, എന്ത് കൊടുത്താലും കഴിക്കുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതെ, ഞാൻ വിരമിച്ചു. അല്ല, ഇത് മറ്റൊരു ഫേവറേറ്റ്, മറ്റൊരു ആശ്വാസം എന്ന പോലെ. അതെ, എല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. എല്ലാം ഫേവറേറ്റ് ആണ്. പക്ഷെ ഇനി പറയണ്ട. ഇനി ഞാൻ ആ പോസ്റ്റിൽ നിന്ന് ഞാൻ അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഞാൻ ആ പോസ്റ്റിൽ നിന്ന് റിസൈൻ വിരമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ടേസ്റ്റ് ഒക്കെ നോക്കിയല്ലോ. അതിലും ടേസ്റ്റ് എന്തായാലും ഇത് തന്നെയാണെന്ന് എനിക്ക് വിശ്വാസം. എനിക്ക് നിങ്ങളെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പോയത്. ക്ഷമിക്കണം. ഞങ്ങള് ഫ്രഷ് ആണ്. ഇത് എത്രയോ ദിവസം പഴക്കമുള്ളത്. ഇത് ഉണ്ടാക്കിയപ്പോ ഫ്രഷ് ഒക്കെ തന്നെയായിരുന്നു. ഉണ്ടാക്കിയപ്പോ ഫ്രഷ് ആയിരുന്നു. ഇപ്പോഴല്ലോ. കോംപ്രമൈസ്. അപ്പൊ ഇനി മേലാൽ ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ മുങ്ങില്ല എന്നുള്ള പ്രോമിസോട് കൂടി സഞ്ജുനെ നമ്മൾ വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു. ആയിക്കോട്ടെ, നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കല്ലേ? കണക്കാണ്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Welcome back to Nirapara Malayali Veettamma, co-branded by Sera and Dhatri Hair Care Plus, powered by Chunga Jewelry. ഇനി അടുത്ത ഒരു ഔട്ട്ഡോർ ടാസ്ക് ആണ്. ഔട്ട്ഡോർ ടാസ്കുമായി നമ്മുടെ അടുത്തേക്ക് വരുന്നു ദിനിജ ഫ്രം തൃശ്ശൂർ. എൻ്റെ പേര് ദിനീജ സുനിൽ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് സുനിൽ കുമാർ ഒമാനിലെ IT സ്റ്റാഫാണ്, ലുലു ഗ്രൂപ്പിൽ. ഞങ്ങൾക്കൊരു മകളുണ്ട്, 3 വയസ്സായി, വൈഗ സുനിൽ. അറ്റ് പ്രസൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് വിമല കോളേജ് തൃശ്ശൂരിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്.
എന്തോ ടീച്ചിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ടാണ് ഞാൻ അതന്നെ ചൂസ് ചെയ്തത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ കൾച്ചറൽസ് എന്ന് പറയുമ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ബേസിക്കലി പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും അമ്മ എല്ലാ ഇതിനും ഡാൻസിനും ഫാൻസി ഡ്രസ്സ് അങ്ങനെ അമ്മയെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെയും എൻ്റെ ബ്രദറിനെയും ചേർത്തി വിടും. മിസ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്, എന്ത് കാര്യമാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് മിസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് പോകാനുള്ള താല്പര്യമുണ്ട്. ഇപ്പോൾ ഈ പരിപാടിയിൽ വന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മിങ്കിൾ ചെയ്യുമെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇപ്പം ചിലർക്ക് ഒത്തിരി സമയം എടുക്കും ഒരാളെ കണ്ട് അവരൊന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്കൊന്ന് കുറച്ച് സമയം ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ആണ്. മിസ് വളരെ ഫ്രണ്ട്ലി ആണ്, ഞങ്ങളോട് എല്ലാം ഷെയർ ചെയ്യും, പിന്നെ നല്ലതായിട്ട് കുക്ക് ചെയ്യും. എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ഒരു പ്രകൃതിയാണ് ദിനിജ്. പ്രൈസ് അത് നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് എന്നുള്ള രീതിയിലല്ല, പലരും പല സ്ഥലത്തുനിന്ന് വരുന്നതാണ്, പല കൾച്ചറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവരിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറേ നമുക്ക് കിട്ടും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പ്രൈസിനെക്കാട്ടും വലുത് എല്ലാവരും നാളെ അവർ നമ്മളെ കാണുമ്പോൾ ഹായ് അതായത് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളോട് ഒന്ന് ചിരിച്ച് സംസാരിച്ചാൽ അതിനല്ലേ പ്രൈസിനെക്കാട്ടും വലുത്. ദിനിജ ഈ പരിപാടിയിൽ വിജയിച്ചു വരാനായിട്ട് ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ വിജയിക്കാൻ പാപ്പന്റെ എല്ലാവിധ ആശംസകളും. പാച്ചു, ഓൾ ദ ബെസ്റ്റ്. ആച്ചുരേച്ചി, ബെസ്റ്റ് ഓഫ് ലക്ക്. Brings her joy and peace. She can be your wonder queen. എന്താ അമ്പലത്തിൽ പോണ വഴിക്ക് വഴിമാറി വന്നാണോ? പഴുതെറ്റി കയറിയത് അശ്വതി. എനിക്ക് അശ്വതി, എനിക്ക് ആ വന്നപ്പോഴും ആ തൊഴുത് കണ്ടോ, ഡാൻസ് സ്റ്റൈലിലൊക്കെയാണ്. എനിക്കറിയാം ഇപ്പൊ പറയുന്ന ആ മുണ്ടും വേഷ്ടിയും നമസ്തേ എന്നൊക്കെയുള്ളൊരു തൊഴിലും ചെറുതായിട്ടൊക്കെ അങ്ങനത്തെ ഒരു അത് പറയണ്ട അസുഖമാണല്ലേ? എന്റെ ഒരു എൽഡർ സിസ്റ്റർ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ എന്താ ചെയ്തെന്നറിയോ? ഒരു മിനിറ്റ് ഒന്ന് 5 മൈക്ക് പിടിക്കും. എന്താ ചെയ്തെന്നറിയോ? ഡാൻസറാണ്. സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കല്യാണ മണ്ഡപത്തിൽ കയറി നിന്ന് തൊഴുത. അതാ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഓർമ്മ വന്നത്. എന്തായാലും ഇവിടെ കല്യാണമാണോ കച്ചേരിയാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ടിനിച്ചയുടെ ഔട്ട്ഡോർ ടാസ്ക് കണ്ടിട്ട് തീരുമാനിക്കാം. ശരിയായിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മൂർക്കനിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ കണ്ടസ്റ്റൻ്റായ ദിനിജയ്ക്ക് ഒരു ടാസ്കുമായാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ദിനിജയുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടാസ്ക് പറയാണ്. സന്തോഷം. ഒന്നിനുള്ള സമയമില്ല. നമ്മൾ വീട്ടിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ലഞ്ച് എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച്. ഇനിയിപ്പോൾ മുതൽ കടയിൽ പോകാനോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ പാടില്ല. ഇപ്പം തുടങ്ങിയതാ ഇവിടെ ഗ്രൗണ്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് വേണം ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ. എന്തൊക്കെയുള്ള ലഞ്ച്? നമ്മളിപ്പം എല്ലാം വെച്ചിട്ടേ ഉള്ളൂ, ആയിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ അപ്പുറത്തൊരു പറമ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് മോഷ്ടിക്കാം. അല്ല, ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചിട്ടൊന്ന് മോഷ്ടിക്കാലോ. ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ പറമ്പിൽ ആയി വരുന്നേ ഉള്ളൂ എന്നാ പറയുന്നത്. കൃഷിയൊക്കെ ചെയ്യുമോ? അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും അപ്പുറത്തെ പറമ്പുകാരോട് അവരോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ മാങ്ങ അല്ലെങ്കിൽ മുരിങ്ങക്കായ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഗ്രൗണ്ടിലുള്ള സാധനങ്ങൾ വേണം. ഓക്കെ, മണ്ണിലുള്ള എന്തും. ഓക്കെ, ശരി. ഇതാണോ സ്ഥലം? ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. ഏതാണ്ട് കെട്ടിപ്പൂട്ടിയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. വല്ലവരും മടിയെടുത്ത് വരുമോ? അനു, ഞാൻ നേരത്തെ പറ്റിച്ചതാണ്. ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ്, നോക്കാം. അതുകൊണ്ട് പേടിക്കണ്ട. സ്വന്തം സ്ഥലം തന്നെയാണ്, പാപ്പന്മാരുടെയാണ്. പോലെ കുഴപ്പമില്ല. ബൈ. ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നമുക്ക് ഇപ്പം മണ്ണിന്റെ അടിയിൽ വേണമെന്നാണല്ലോ പറഞ്ഞത്. മണ്ണിലുള്ള അപ്പം പിന്നെ അതിനുള്ള ടൂൾസ്
സ്പേസ് വേണമല്ലോ. അപ്പൊ അതെല്ലാം ഇവിടെ മോട്ടോർ പേരുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങ് നമുക്ക് തുടങ്ങിയാലോ? അതല്ലേ നല്ലത്? ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ എന്താ പറയാ, അതിന്റെ രീതിയിൽ അങ്ങോട്ട് തുടങ്ങാം. ആയിക്കോട്ടെ. അനു, ഇതെന്റെ അച്ഛന്റെ അനിയനാണ്, പാപ്പനാണ്. പാപ്പനെയാണ് ഇപ്പൊ ഈ സ്ഥലം. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പറിക്കാലോ, കുഴപ്പമില്ലല്ലോ. വടിയെടുത്ത് ആള് വരില്ല നമുക്ക് ഉറപ്പിക്കാം. ഉറപ്പായി. അപ്പൊ നമുക്ക് ഇതിനകത്താണ് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇരിക്കുന്നത്. ശരി. എവിടെ, ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? ഏത് ഭാഗത്താണ് നമുക്ക് എന്താണ് പറിക്കാൻ പോകുന്നത്? ഞാനിപ്പോ ചേന പറിക്കാന്ന് വിചാരിച്ചു. ചേന, ചേമ്പ്, ചീര, പിന്നെ ഇഞ്ചി ഉണ്ട്, ആയോ എന്നുള്ളത് അറിയില്ല. അപ്പം ബാക്കിയുള്ളത് സർപ്രൈസ്. ശരി. ചേന പറിക്കാമോ? അല്ല, ഇതിപ്പോ ഇതിനുള്ളിൽ വല്ലതും ഉണ്ടാവോ? ഇതിനുള്ളില് ഇത് വാടി പോവല്ല, ഇത് ചേന ആയി കഴിഞ്ഞാല് നമ്മൾ ഇത് അടയാളത്തിന് വെക്കുന്നതാ. ഇത് ചുങ്ങി വീണ് പോവും. അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ എവിടെയുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മളൊരു കമ്പൂത്തി വെക്കും. ശരി. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ആളുള്ളത്. ആയിക്കോട്ടെ. നമുക്ക് അത്യാവശ്യത്തിലേറെ കണ്ടോ, നല്ല ചേനയല്ലേ? നല്ല വലിയൊരു ചേന. ഇതിപ്പോ നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യണം? ഇത് വെച്ചിട്ട് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ ചെയ്തു തരാം. ഞാൻ ഇത് സർപ്രൈസ് ആണ്, ഞാൻ പറയില്ല ഞാൻ പല രീതിയിലുള്ള ചോദ്യങ്ങൾ കൊണ്ട് അത് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചേമ്പ്, നമുക്ക് ഈ ചേമ്പ് അങ്ങ് പറിക്കാം. അതിനകത്ത് തണ്ടൊക്കെ ഉണ്ടേ. അപ്പൊ തണ്ട് വെച്ച് നമുക്ക് വേറൊരു സംഭവം ചെയ്യാം. ശരി. നിങ്ങള് ഇല യൂസ് ചെയ്യൂ? ഇലയും യൂസ് ചെയ്യാം. ഇലയെക്കാട്ടും ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തണ്ടെടുക്കാനാണ്. ഇപ്പൊ നമുക്ക് ചേനയായി, ചേമ്പായി, സോറി ചേമ്പിന്റെ താളായി അല്ലേ? ഇനി നമുക്ക് ചേമ്പ് എടുക്കുന്നുണ്ട്. ഇതിപ്പോ അത്യാവശ്യത്തിന് ഉള്ളിലേക്ക് ഉണ്ടാവും അല്ലേ? പക്ഷെ ഇതെല്ലാം ആയി വരുന്നുള്ളൂ, കണ്ടോ? പക്ഷെ പെട്ടെന്ന് വരും. അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിക്ക് പോവാം. അടുത്ത എന്താ? ഇവിടെ കുഴിയുണ്ട്, നോക്കി നടക്കണേ. ഓക്കെ. അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ചീര പറിച്ചാലോ? ചീര കിട്ടി, അതിന് മുമ്പ് ചേമ്പ് കിട്ടി, ചേന കിട്ടി, ചേമ്പിന്റെ താള് കിട്ടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ച ചേന, ചേമ്പ്, ചീര, അതുപോലെ തന്നെ ചേമ്പിന്റെ പട്ട, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കുകളൊക്കെ ഒരുവിധം നമ്മൾ കൂട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായി അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം ഏതാ ചെയ്യുന്നത്? വറുക്കാനുള്ളതെല്ലാം വറുത്ത് കോരിയെടുക്കാം. ശരി. അപ്പൊ ഏതാ വറുക്കുന്നത്? ചേന. അപ്പം ഇത് ചൂടാവുന്നതിനൊപ്പം നമുക്ക് പരിപ്പും ചേമ്പിന്റെ തണ്ടുണ്ടല്ലോ, അതും കൂട്ടി ഇങ്ങ് വെക്കാം. ഒരു ഒഴിച്ചുകറി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് അല്ലേ? പരിപ്പ് ഇതിന്റെ കണക്ക് എങ്ങനെയാ? കുറച്ച് മതി. കൈ കണക്കാണോ? എനിക്കൊക്കെ കൈ കണക്കാ. ഇത്രയും. അപ്പൊ പരിപ്പും ചേമ്പിന്റെ തണ്ടും രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേവിക്കുകയാണ്. ഇതൊന്നിച്ച് വറുത്തുകോരി വെക്കാനുള്ളതാണോ? അതാ ഞാനിപ്പം ഇത് ബിരിയാണിയിലേക്കാണോ? ഇത് ബിരിയാണിയിലേക്ക്, ഇത് നമ്മൾ ചിപ്സ് പോലെ കഴിക്കാനോ? അത് അച്ചാർ വെക്കാനായിട്ട്. പിക്കിൾ ഉണ്ടാക്കാനാണ് ചേന. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ചീര കൊണ്ട്
ഒരു ബജ്ജി ഉണ്ടാക്കിയല്ലോ, ബജ്ജിയല്ല, പൊക്കവട. പൊക്കവട. നീ ചീരത്തോരൻ അല്ലേ? ചീരത്തോരന് ഞാൻ ഇന്നലെ ഓൾറെഡി വെളിച്ചെണ്ണ നേരിയതായിട്ട് മതി വെളിച്ചെണ്ണ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേന ബിരിയാണി അല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ചേന ബിരിയാണി. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 9 ഡിഷസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഇത് എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ പറഞ്ഞോളൂ. നമുക്ക് മധുരത്തിൽ നിന്ന് തുടങ്ങാം. ചേന കൊണ്ട് പായസം ഉണ്ടാക്കി, ചേമ്പ് കൊണ്ട് കട്ട്ലേറ്റ്, ചേന കൊണ്ട് അച്ചാറ്, ചേമ്പ് കൊണ്ടാണ് ഞാൻ മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചീര തോരൻ, നാളികേരം ഇല്ലാണ്ട് ചീര കൊണ്ട് തന്നെ പൊക്കവട. പിന്നെ ചേമ്പും പരിപ്പും. ചേമ്പിനെ നമ്മള് എടുത്ത് വെച്ചത്. ഇത് നമ്മള് ചേന കൊണ്ട് വറുത്തെടുത്തതാണ്. ഇത് ബിരിയാണി, ചേന കൊണ്ട് ബിരിയാണി. ഇതാണ് സ്പെഷ്യൽ ഐറ്റം. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അതിന് മുന്നൊന്നും. ഒക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത് മുഴുവനും. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാലോ. ചേന കൊണ്ടുള്ള ബിരിയാണി ഇത് കാണുന്നില്ലേ? ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ചേന ആദ്യത്തിൽ അരിഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ പീസസ് ആണ് ഇതിൽ കടിക്കുന്നത് സൈഡിൽ കേട്ടോ. ഇതിൽ വേറെ നമ്മൾ സാധാരണ ബിരിയാണിയിൽ ഇടുന്ന അത്ര ഐറ്റംസ് ഇതിൽ ഇട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നന്നായിട്ടുണ്ട്. കാരണം ഇതിന് വേവ് കറക്റ്റാണ്. സാധാരണ ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയ ബിരിയാണിയുടെ ഒരു പാകം പോകും. പക്ഷെ ഇത് നല്ല കറക്റ്റ് വേവിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചേനയുടെ പീസാണ് ഇടയിൽ കടിക്കുന്നുണ്ട്. എനിവേസ് എല്ലാം നന്നായിട്ടുണ്ട്. ഇതിലൊന്നിൽ മാത്രം നമുക്ക് ഉപ്പിന്റെ ഒരു ചെറിയൊരു പ്രശ്നം, പിക്കിളില് ഒരു പൊടി ചിലപ്പോൾ അതാ ഇട്ട് നമ്മൾ ആദ്യമൊക്കെ ഒരു വെച്ചാൽ എന്തെങ്കിലും പറ്റിയതായിരിക്കും. എനിവേസ് എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാ ഡിഷസും നമ്മൾ കുറഞ്ഞ സമയം കൊണ്ടാണ്, കാരണം നമ്മളായിട്ട് തന്നെ പറമ്പിൽ ഇറങ്ങി ചെയ്ത് നമ്മൾ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പം നമ്മുടെ മുമ്പിൽ 9 ഡിഷസ് ഇരിക്കുന്നു. ഇനി ബാക്കി ടേസ്റ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി മുഴുവൻ ജഡ്ജസിന്റെ കയ്യിൽ ഇതാ അവിടെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ ദിനിജ, ആ പറമ്പിൽ നിന്ന് എടുത്ത സാധനങ്ങൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ വെറുക്കുന്ന സാധനങ്ങളാണ്. ആ സാധനങ്ങൾ കൊണ്ട് ഇത്രയും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതെ, ഗംഭീര പരിപാടി. എനിക്ക് അതല്ല ഡിൻജിയോട് ചോദിക്കാനുള്ളത്, ആ കുട്ടിയെ കണ്ടിട്ട്, അത് അത്രയും മെലിഞ്ഞിരിക്കണം, ആ കുട്ടിയെ കണ്ടിട്ട് അതിനോട് ഇത്രയും പരീക്ഷണങ്ങൾ ചെയ്യാൻ എങ്ങനെ ഡിൻജിക്ക് ധൈര്യം വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെ പല സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമല്ലോ. പെട്ടെന്ന് മണ്ണിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ആകെ കൂടി ഒരു മോരുകൂട്ടാൻ, പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് അറിയാവുന്നത് വെച്ചിട്ട് അങ്ങ് ഇതെല്ലാം കൂടി അങ്ങ് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഭയങ്കര ഗംഭീര അറ്റംപ്റ്റ് ആയിരുന്നു. എന്തായാലും ആ കുട്ടി സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കാം. മണ്ണിന്റെ അടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം യുനാനിമസ്ലി പൊട്ടറ്റോ ആയിരിക്കും എന്നാണ്. കേരളത്തില് അല്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, പൊട്ടറ്റോ ആയിരിക്കും. പിന്നെയാണ് ചേന. ഓ, അപ്പൊ ചേന മാത്രമായിരിക്കും. ചേനയായി, ചേമ്പായി, ചീരയായി. എന്നാ ശരി, ചേന കൊണ്ടൊരു കൂട്ടാൻ, ചീര കൊണ്ട് വേറൊരു കൂട്ടാൻ, ചേമ്പ് കൊണ്ട് വേറൊരു കൂട്ടാൻ. ഇത് ബിരിയാണി ചേന കൊണ്ട് വെക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എത്ര ഐറ്റംസ്? 7 9 3 കൂടി ഉണ്ടായിരുന്നു. ടൈമും ഉണ്ടായിരുന്നില്ല, മോൾക്കും വയ്യാണ്ടായി. അപ്പൊ ഞാൻ അതങ്ങ് ഡ്രോപ്പ്. അത് അഹങ്കാരമായി പോയി. ഇനി 3 കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി വീട്ടമ്മ എന്ന് പറഞ്ഞാൽ
എന്താണ് സാധാരണ വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് അത് ആപ്റ്റായിട്ടാണ്. കാരണം ആ പറമ്പിലേക്ക് പോയപ്പോൾ 2 കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അവരുണ്ടായിരുന്നു. അവസാനം കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി തളർന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങളൊക്കെ കണ്ണു തള്ളി പോയത് എന്താണെന്നറിയോ? ഞങ്ങൾ 1 പ്രതീക്ഷിച്ചു, 2 പ്രതീക്ഷിച്ചു, 3 പ്രതീക്ഷിച്ചു, 9 എണ്ണം കണ്ടപ്പോൾ ശരിക്കും അയ്യോ 3 എണ്ണം കൂടെ. അതൊക്കെ ഇനിയും അതാണ് പറഞ്ഞത്. ഇത് നമ്മൾ കണ്ടപ്പോൾ ശരിക്കും ആ ടാസ്കിന് ശരിക്കും അതിനോട് ശരിക്കും നീതി പുലർത്തി എന്ന് തന്നെ പറയാം. കാരണം 1 കോടിയുടെ വില അവിടെ കാണിച്ചു. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ചും കൂടെ കൂടുതൽ ചെയ്തു. സാധാരണ നമ്മൾ പറയാറില്ലേ ഉള്ളത് കൊണ്ട് ഓണം എന്ന്. ഉള്ളത് കൊണ്ട് തിരുവോണം ആക്കിയത് എനിക്ക് തോന്നുന്നു ദിനജയ്ക്ക് മാത്രമുള്ള ഒരു കഴിവാണെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ജോ പറഞ്ഞ ഒരു കാര്യം വളരെ ആപ്റ്റാണ്. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സെക്ഷനെ അല്ല, 2ാമത്തെ ഘട്ടത്തിലേക്ക് നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ആ മാറ്റം ഉയർച്ചയിലേക്കാവുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കും പറഞ്ഞ മാതിരി ചെറിയൊരു സാധനമാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ വലിയൊരു സദ്യ തന്നെ, ബിരിയാണി മുതൽ താഴോട്ട് ഇങ്ങോട്ട് അറ്റത്തെത്തുന്ന പിക്കിള് വരെ, സ്നാക്ക് മുതൽ സ്റ്റാർട്ടർ മുതൽ എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നമ്മളെല്ലാവരും കണ്ട് എൻജോയ് ചെയ്തു. അത് എന്നാണ് കഴിച്ച് എൻജോയ് ചെയ്യാൻ പോണേന്നുള്ളൊരു ദിവസം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. വെരി വെൽ ഡൺ. ശരി, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യനിലേക്ക് വരാം. മാതാപിതാക്കൾ ഉപേക്ഷിച്ച ഒരുപാട് കുട്ടികൾ ഓരോ അനാഥാലയങ്ങളിലുമുണ്ട്. ഇതിനി സംഭവിക്കാതിരിക്കാൻ എന്ത് നിർദ്ദേശമാണ് ദിനജയ്ക്ക് പറയാനുള്ളത്? ദിനജയുടെ ബുദ്ധിയിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ? ബ്ലാങ്ക് ആണ്. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ബ്ലാങ്ക് ആയിപ്പോയോ? ഈ 9 ഡിഷ് ഉണ്ടാക്കിയ ആള് ബ്ലാങ്കായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? കുറച്ച് നേരം കൊണ്ട്, ഇത്രയും നേരം കൊണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയെ ദത്തെടുക്കാനും നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ വളർത്താനും തയ്യാറാണോ? ദത്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാണ്. അതായത് ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം മുതൽ വിവാഹമായാൽ ഒരുവിധം നമ്മൾ സേഫായി എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കുന്നല്ല, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു സപ്പോർട്ട് ചെയ്യണം എന്ന് ഹസ്ബൻഡ്. ദത്തെടുക്കലാണോ? അത് ദത്തെടുക്കലാണോ? നമ്മളൊരാളെ സ്പോൺസർ ചെയ്യല്ലേ? അത് ദത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞിനെ പോലെന്നല്ല, നമ്മുടെ കുഞ്ഞായി തന്നെ. അതാണ് ദത്തെടുക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എൻ്റെ ചോദ്യം. വൈ? അല്ല, ഇറ്റ് ഈസ് യുവർ ചോയ്സ്. നോ എന്ന് പറയാം തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് അറിയേണ്ടത് എന്തുകൊണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടി ഞാൻ ആ കുട്ടിയെ കൊണ്ടുവന്നാൽ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ എൻ്റെ ഒരു മകൾ അല്ലെങ്കിൽ മകനായിട്ടാണ് അവരെ വളർത്തേണ്ടത്. അപ്പോൾ മറ്റുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാമിലിയിലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ ആ കുട്ടി വളരുവാണെങ്കിൽ അവൾക്ക് അവിടെയും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ആർഗ്യുമെന്റിനല്ല, വീണ്ടും ദിനജയുടെ മനസ്സ് ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. കാണുന്ന പ്രേക്ഷകർക്കും ക്ലിയർ ആക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ദിനജ പറഞ്ഞാൽ, ദിനജയെ മനസ്സിലാക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ദിനജ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ദിനജയ്ക്ക് തോന്നുന്നുണ്ടോ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി അത് ചെയ്യില്ല എന്ന്? എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോഴും ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പൊ യു ആർ നോട്ട് ഷുവർ എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഞാനും വേറെ എന്തെങ്കിലും പ്രോബ്ലം കാണുന്നുണ്ടോ? ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ദിനജയ്ക്ക് ദത്തെടുക്കേണ്ടതായിട്ട് വന്നാൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ ഇത്ര ഡൗട്ട്ഫുൾ ആയിട്ട് ദിനജ സംസാരിക്കില്ല. ഞാൻ റെഡിയാണെന്ന് പറയും. നോ എന്ന് പറയാനും ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ആ നോയ്ക്ക് ഒരു ക്ലാരിറ്റി ആൻസർ അല്ല വരുന്നത്.
പേഴ്സണലി അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണെങ്കിലും എനിക്ക് ഒപ്പീനിയൻ എനിക്ക് ചോദിച്ചേ പറ്റൂ. അപ്പം അവർ ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ മകളെ പോലെ തന്നെ ആ കുട്ടിയെയും ഞാൻ സ്വന്തം മകളെ പോലെ തന്നെ ഞാൻ നോക്കും. ഓക്കെ, സോ ദാറ്റ് മീൻസ് പാർട്ട് 2ന്റെ ആൻസർ എനിക്ക് കിട്ടി, പാർട്ട് 1ന്റെ ആൻസർ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ദാറ്റ്സ് ഓക്കെ. പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ് ദേർ. ദാറ്റ്സ് ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പൊ നമുക്ക് ഡിനിജയുടെ മാർക്സിലേക്ക് പോകാൻ തോന്നുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് 89 ഔട്ട് ഓഫ് 100 തരാണ്. താങ്ക് യു മാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്നൊരു കളർ എപ്പിസോഡായിരുന്നല്ലേ? ഗംഭീര പരിപാടികളായിരുന്നു. നമുക്ക് മാത്രം തോന്നിയതാണോ? അല്ല, അത് കാണുന്നവർക്കും അത് തന്നെ തോന്നുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലെ, എല്ലാവർക്കും അത് തോന്നി. നമുക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒട്ടേറെ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് എ ഗുഡ് ബൈ ഫ്രം നിറബറ മലയാളി വീട്ടമ്മ, co-branded by Dhatri Hair Care Plus and Sera, powered by Chunga Jewelry. Bye. Goodbye. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy Rajni Chandi, Poonolil Silks. Costume courtesy contestants, La Doris Day Boutique, Alua Road, Angamali.